Yeah. So, yeah. Hello everyone. Welcome to IELTS Academy. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്കെയിൽസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് സ്കെയിൽസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസുകൾ. ഓക്കെ, അതിൽ നമുക്ക് നോമിനൽ സ്കെയിൽസ് ഉണ്ട്, ഓർഡിനൽ സ്കെയിൽസ് ഉണ്ട്, ഇൻഡോവൽ സ്കെയിൽസ് ഉണ്ട്, അതുപോലെ റേഷ്യോ സ്കെയിൽസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫൈൻ. സോ എന്താണ് സ്കെയിൽസ്? റൈറ്റ്, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടേം ആണ് സ്കെയിൽസ് എന്നുള്ളത് അല്ലെ. അതായത് എ സ്കെയിൽ ഈസ് എ സിസ്റ്റം യൂസ് ടു മെഷർ, ക്ലാസിഫൈ ഓർ അസൈൻ വാല്യൂസ് ടു ഡാറ്റ. ഓക്കെ, എന്താണ് സ്കെയിൽ? എന്താണ്? ഒരു ഡാറ്റക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഒരു ഡാറ്റക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആര്? സ്കെയിൽ അല്ലേ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. അതായത് ഓൺലൈൻ ക്ലാസ് കുട്ടികൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്യണം അല്ലെ. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, കുട്ടികളെടുത്ത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതെന്താണ്? ഒരു ഒപ്പീനിയൻ ആണ് അല്ലെ. ഒരു ഒപ്പീനിയൻ ആണ്. ഫൈൻ, സോറി, ഒരു ഒപ്പീനിയൻ ആണ്. ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവ് ആണോ എന്നുള്ളത് എന്താണ്? ഒരു അഭിപ്രായമാണ്, ഒരു ഒപ്പീനിയൻ ആണ്. റൈറ്റ്. അപ്പൊ ഈ അഭിപ്രായത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ഈ അഭിപ്രായത്തിന് നമുക്കൊരു വാല്യൂ കൊടുക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അഭിപ്രായത്തിന് നമ്മൾ ഇങ്ങനെ ഒരു വാല്യൂ കൊടുക്കുക. അത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഹൗ എഫക്റ്റീവ് ആർ യു വിത്ത് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻ 1 സ്ട്രോങ്ലി എഫക്റ്റീവ്, സെക്കൻഡ് ഓപ്ഷൻ എഫക്റ്റീവ്, തേർഡ് ഓപ്ഷൻ ന്യൂട്രൽ, ഫോർത്ത് ഓപ്ഷൻ നോട്ട് എഫക്റ്റീവ്, ഫിഫ്ത്ത് ഓപ്ഷൻ എന്താണ്? സ്ട്രോങ്ലി നോ എഫക്റ്റീവ്. അപ്പോൾ കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്ലാസ്സിൽ 60 കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 60 കുട്ടികളും അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യും. അങ്ങനെ കൂടുതൽ കുട്ടികളും ചൂസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് സെക്കൻഡ് ഈ രണ്ട് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് എൻ എഫക്റ്റീവ് ഇൻപുട്ട് ഫ്രം ഓൺലൈൻ ക്ലാസ്, ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്. ഇനി ഒരു മെജോറിറ്റി ഓഫ് കുട്ടികളും പിന്നെ കറക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്, ലാസ്റ്റ് 4ഉം 5ഉം ആണെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് എഫക്റ്റീവ്. അവിടെ എന്താ സംഭവിച്ചത്? ഈ ഒപ്പീനിയൻ എന്നുള്ള ഒരു ഡാറ്റക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സ്കെയിലുകൾ ഉപയോഗിച്ച്, ഇതിന് നമ്മൾ സ്കെയിൽ എന്ന് പറയാം, ഈ സ്കെയിലുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുകയാണ്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ അല്ലേ. ഒരു എൻറ്റിറ്റി ഉണ്ടാവും, ആ ഒരു എൻറ്റിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറിക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആ എൻറ്റിറ്റിനെ ന്യൂമറിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആര് വഴിയാണ്? സ്കെയിൽസ് വഴിയാണ്. ഐ ഹോപ്പ് ദി കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസൈസ്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ചോദിക്കാൻ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വോയിസ് അയച്ചു തരാം. ഫൈൻ. സോ ദാറ്റ്സ് വാട്ട് ഡാറ്റ, സോറി, സ്കെയിൽസ് മീൻസ്. ഓക്കെ, ഡാറ്റ എന്ന് പറയുന്നത്, സ്കെയിൽസ് എന്ന് പറയുന്നത് ഇതാട്ടോ. ഫൈൻ. ഇനി നമുക്ക് ഇതിന്റെ തിയററ്റിക്കൽ ഭാഗത്തോട്ടൊക്കെ പോവാം. ഫൈൻ. ഇനി ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾ, ഞാൻ ടൈപ്സ് ഓഫ് സ്കെയിൽസുകൾ പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. നോ വറീസ്. ഓക്കെ, ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഫൈൻ, ഒരു സെക്കൻഡ്. യെസ്, അപ്പൊ എന്താണ്, നമുക്ക് ഡെഫിനിഷൻ പാർട്ടിലോട്ട് പോവാം. A scale is a system used to measure, classify or assign values to data. ഓക്കെ, അതിന് നമ്മളെന്ത് പറയാ? സ്കെയിൽസ് എന്ന് പറയാം. അതിനെ മെഷർ ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്യാൻ, അസൈൻ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇപ്പൊ മെഷർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടു, ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അസൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നോ വറീസ്, അത് നമ്മൾ ഓരോ ടൈപ്സ് ഓഫ് സ്കെയില് നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതെന്താണ്, ഇത് ക്ലാസിഫിക്കേഷൻ ആണ്, ഇത് അസൈനിങ് ആണ്. ആ ഭാഗത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ പാർട്ട് ജസ്റ്റ് പറഞ്ഞു പോയതാണ്. ഈ ഒരു ഭാഗം നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഡിസ്കസിങ്ങിന് ചിലപ്പോൾ എന്തുണ്ട്, ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് സ്കെയിൽ ഡിസ്കസിന് ശേഷം നമുക്ക് ഈ ഒരു സ്ലൈഡിലോട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്കെയിൽ ആണെന്ത്? നോമിനൽ സ്കെയിൽ. ഡെഫിനിഷൻ ഒക്കെ നോക്കുന്നതിന് മുന്നേ അവിടെ നിൽക്കും, ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പോവാം, നമുക്കൊരു കഥ പോലെ പറഞ്ഞു പോവാം. ഓക്കെ,
കഥ പോലെ പഠിച്ചിട്ട് കഥ പോലെ മനസ്സിലാക്കിയിട്ട് എക്സാമിന് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ എഴുതണം. കഥ പോലെ എഴുതാൻ പാടില്ല കേട്ടോ. പ്രത്യേകിച്ച് സമയം നിങ്ങൾക്ക് തീരുണ്ടല്ലോ കഥ പോലെ എഴുതണമെന്നും. ഫൈൻ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം കേട്ടോ. ഒരു ക്ലാസ്സിലെ ഒരു ടെസ്റ്റ് നടത്തി വിത്ത് 60 സ്റ്റുഡൻസ്. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യാണ്? 2 സെക്ഷൻ ആക്കുകയാണ്. 30 ഗേൾസ്, 30 ബോയ്സ്. ഈ ഒരു ഡാറ്റയ്ക്ക് നമ്മൾ ഒരു ഐഡന്റിറ്റി കൊടുത്തല്ലോ. അതായത് ഇവിടെ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് 60 കുട്ടികളുടെ മാർക്കുകളായിരിക്കും. അത് എഴുതുന്നതിന് മുന്നേ നമ്മൾ അതിനെന്താണ് ഒരു ലാബലിംഗ് ചെയ്തില്ലേ? 30 ഗേൾസ് 30 ബോയ്സ് എന്നുള്ളത്. ഈ ഒരു ലാബലിംഗിലെ ഈ നമ്പേഴ്സ് നമ്മൾ എന്ത് പറയാം? നോമിനൽ സ്കെയിൽ എന്ന് പറയാം. അതായത് ഇവിടെ എന്താണ് നമ്പേഴ്സ്? ഈ 30 എന്നുള്ള നമ്പർ എന്താണ്? ജസ്റ്റ് ഒരു വാല്യൂ ആണ്, ഒരു ലാബലിംഗ് ആണ് അല്ലെ? അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള, ഗേൾസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വാല്യൂ ആണ് 30 എന്നുള്ളത്. അതിൽ കൂടുതൽ റോളൊന്നും 30ക്കില്ല. 30 ഗേൾസ് 30 ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗേൾസിനും ബോയ്സിനും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പർ ആയിട്ട് മാത്രമാണ് അവർ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ റെപ്രസെന്റേഷൻ വരുന്ന ന്യൂമറിക്സ് നമ്മൾ എന്ത് പറയാ? നോമിനൽ സ്കെയിൽ എന്ന് പറയാം. ഓക്കെ. ഇവിടെ എന്താണ്? ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതായത് ഗേൾസിനെ 30 ക്ലാസിഫൈ ചെയ്തു, ബോയ്സ് 30 ക്ലാസിഫൈ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ വേറെ നിങ്ങൾ ചിന്തിക്കണ്ട, വേറെ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഫൈൻ. ഇവിടെ എന്താണ്? കാറ്റഗറീസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. നമ്പേഴ്സ് ആർ ജസ്റ്റ് ലേബൽസ് ആണ്. നമ്പേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലേബലിംഗ് മാത്രമാണ്. അവിടെ എന്താണ്? റാങ്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പേര്, 30 ഗേൾസ് 30 ബോയ്സ്, അതിനെ റെപ്രസെന്റ് ചെയ്യാണ്. ഇത്ര ആളുകളുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇവിടെ എന്താണ്? ജെൻഡർ ഓഫ് സ്റ്റുഡൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ. ഇവിടെ എന്താണ്? നമ്മൾ ഇപ്പൊ 30 ഗേൾസ് 30 ബോയ്സ് എന്താണ്? ഒരു റെപ്രസെന്റേഷൻ ആണ്. അത് മാത്രമേ അതിൽ ഉള്ളൂ. അത് നിങ്ങൾ അതിന് ഡെപ്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ് എന്ത്? നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഫൈൻ. ഇനി എന്താണ്? ആ സെയിം എക്സാമ്പിൾ തന്നെ വരിക. നിങ്ങൾ ഡെഫിനിഷനിലോട്ട് പോയാൽ മതി. അതായത് ഇവിടെ നമ്മൾ എടുത്തു 30 ഗേൾസ് 30 ബോയ്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഫസ്റ്റ് റാങ്ക് എ എന്ന് പറഞ്ഞ കുട്ടിക്കാണ്, സെക്കൻഡ് ബി എന്ന് പറഞ്ഞ കുട്ടിക്കാണ്, തേർഡ് സി എന്ന് പറഞ്ഞ കുട്ടിക്കാണ്. ഇനി ഗേൾസിന്റെ സെക്ഷനിൽ ഫസ്റ്റ് വരുന്നത് ഡി എന്ന് പറഞ്ഞ കുട്ടിക്കാണ്, സെക്കൻഡ് വരുന്നത് ഇ എന്ന് പറഞ്ഞ കുട്ടിക്കാണ്, തേർഡ് വരുന്നത് എഫ് എന്ന് പറഞ്ഞ കുട്ടിക്കാണ്. ഈ റാങ്കിങ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഗോ ടു എ, സെക്കൻഡ് ഗോസ് ടു ബി, തേർഡ് ഗോസ് ടു സി. ഗേൾസിന്റെ സൈഡിൽ ഫസ്റ്റ് ഗോസ് ടു ഡി, സെക്കൻഡ് ഗോസ് ടു ഇ ആൻഡ് തേർഡ് ഗോസ് ടു എഫ്. ഇതിന് നമ്മളത് പറയാ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയാം. അതായത് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സ്കെയിൽസുകൾ എന്താ ചെയ്യുന്നത്? അതിന് ഒരു ഓർഡർ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെന്താണ്, അതിന് ജസ്റ്റ് റാങ്ക് ചെയ്യുന്ന ഒരു സ്കെയിൽ നമ്മളെന്ത് പറയാം? ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തായിരുന്നു? നോമിനൽ ആയിരുന്നു. ഇവിടെ എന്താണ്? അതിനെ റാങ്ക് ചെയ്യാണ്, അതിനെ ഓർഡറിൽ കൊണ്ടുവരികയാണ്. ഇവിടെ ജസ്റ്റ് എന്താണ്? അതിനെ ലാബലിംഗ് ആയിരുന്നു അല്ലെ? അതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. റൈറ്റ്. അതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ അതിന് ഓർഡർ ആൻഡ് റാങ്കിങ് ആണ്. റൈറ്റ്. ഓർഡർ കൊടുക്കുന്നു, അതുപോലെ തന്നെ അതിന്റെ റാങ്കിങ് കൊടുക്കുന്നു. ഓക്കെ. ഡിഫറൻസസ് ആർ നോട്ട് ഈക്വൽ. ഓക്കെ. അതായത് ഇപ്പൊ ഫസ്റ്റ് കിട്ടിയ എ ബി എന്നുള്ള സി, ഈ ഡിഫറൻസ് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കണം എന്നില്ല. റാൻഡം ആയിട്ടായിരിക്കും സംഭവം. ഇപ്പൊ അതായത് എക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ബി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എത്ര മാർക്കിന് ഡിഫറൻസ് ആണ്, ആർക്കാണ് കൂടുതൽ കുറവ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് എക്കാണ്, സെക്കൻഡ് ബിക്കാണ്, തേർഡ് സിക്കാണ്. അതിന്റെ പുറമൊന്നും ചോദിക്കാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളോട് ചോദിക്കാൻ പാടില്ല. അതാണ് ഓർഡിനൽ സ്കെയിൽ. ഫൈൻ. അത്രയുള്ള ഓർഡിനൽ സ്കെയിൽ. ഓക്കെ. റാങ്കിങ് ഈസ് ജസ്റ്റ് മീനിങ് ഫുൾ ആണ്. ഡിസ്റ്റൻസ് ഒന്നും മെഷർ ചെയ്യുന്നില്ല. ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എ എന്നുള്ളത് ഫസ്റ്റ് ആണ്, 30 ഫസ്റ്റ് ആണ്, ബി സെക്കൻഡ് ആട്ടോ, സി തേർഡ് ആണ്. ജസ്റ്റ് ഒരു മീനിങ് കൊടുക്കണം അതിന്. സ്റ്റുഡൻസ് റാങ്ക് അവിടെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം യു ക്യാൻ ജസ്റ്റ് ലേൺ അക്കോർഡിംഗ് ടു യുവർ ഓൺ വേ ഓഫ് തിങ്സ്. ഓക്കെ. ഇതൊക്കെ തിയറി പാർട്ടിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് പല എക്സാമ്പിൾസ് കൊടുക്കാം. ഓക്കെ. പല രീതികൾ കൊടുക്കാം. സെക്കൻഡ് യാ പല മെത്തേഡുകൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫൈൻ. ഇതാണ് എന്ത്? ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ഇന്റർവെൽ. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഒന്നുമില്ല. ഇനി ഇത് തമ്മിൽ എന്താണ്? ഒരു ഈക്വൽ ഡിഫറൻസ് വരുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയാ? 5 മാർക്ക്, ഇവിടെ 5 മാർക്ക് ഡിഫറൻസ്, ഇതിന് 5 മാർക്ക് വരെ ഡിഫറൻസ്. അതായത് റാങ്കിങ്ങിന്റെ ഇടയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെയിം ഇന്റർവെൽ വരുമ്പോൾ അത് നമ്മൾ എന്ത് പറയാ? ഇന്റർവെൽ റേഷ്യോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഇതാ ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഷോ ഓർഡർ ആൻഡ് ഈക്വൽ ഇന്റർവെൽസ് അല്ലെ? അതായത് നമ്മൾ അതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ട് അതിനെന്ത് ചെയ്യാണ്? ഓർഡർ ചെയ്യും. അതിനെന്താണ്? അതിന്റെ ഇന്റർവെല്ലും കൂടി, ഈ ഗ്യാപ്പിലുള്ള ഇന്റർവെല്ലും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ മെഷർ ചെയ്യാണ്. ഇനി
നോട്ട് ട്രൂ സീറോ പോയിന്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. വൺ സെക്കൻഡ്. സോറി, ജസ്റ്റ് ബാറ്ററി ലോ ആയി. ഞാൻ ലാസ്റ്റ് മിനിറ്റ് ചാർജിങ് പേഴ്സൺ ആണ്. ഫൈൻ. യാ. സോ എന്താണ് നോട്ട് ട്രൂ സീറോ പോയിന്റ്? ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം. എന്താണ് ഈ നോട്ട് ട്രൂ സീറോ പോയിന്റ് എന്ന് പറയുന്നത്? അതായത് ഞാൻ ഒറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരും. അതിൽ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അതായത് സീറോ മാർക്ക് എന്ന് പറഞ്ഞു വിചാരിക്കാം. സീറോ മാർക്ക് എന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു എക്സാം നടത്തി, ഞാൻ പറയാണ് നിങ്ങൾക്ക് സീറോ മാർക്സ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മാർക്കേ ഇല്ല. നിങ്ങൾ നിങ്ങൾ അവിടെ എക്സിസ്റ്റിംഗ് അല്ല. നിങ്ങൾ അവിടെ എന്തല്ല? എക്സിസ്റ്റിംഗ് അല്ല. നിങ്ങളവിടെ ഒരു സീറോ പോയിന്റ് എന്നുള്ള സംഭവം നിങ്ങൾക്കില്ല. നിങ്ങൾ അവിടെ എക്സിസ്റ്റ് അല്ല. അതുപോലെ ഞാൻ പറയാണ് സീറോ ഏജ്. അയാൾക്ക്, ആ ഒരു വ്യക്തിക്ക് സീറോ ആണ് ഏജ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിസ്റ്റിംഗ് അല്ല. ഏജ് സീറോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ ദാറ്റ് ഡസന്റ് എക്സിസ്റ്റ്. അതേ സമയത്ത് ഞാൻ പറയാണ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയണം. ഇത് നമുക്ക് എക്സിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? അല്ല. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പം ഇതിന്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ -1 ഡിഗ്രി അല്ലേ? ഇത് തണുപ്പിന്റെ ഒരു സെന്റർ പോയിന്റ് ആണ്. ഇതിന്റെ ഇപ്പുറം 1 ആണ്, +1 ആണ്, റൈറ്റ്? അപ്പം ഇത് നമുക്ക് എൻഡിറ്റിൽ അത് പറയാൻ പറ്റുമോ? അല്ല. ഇത് ട്രൂ വാല്യൂ ആണ്, റൈറ്റ്? അണ്ടർസ്റ്റുഡ്? അത് നമ്മൾ പറയാം ഇവിടെ സീറോ പോയിന്റ് എല്ലാം എന്ന് പറയാം. ഫൈൻ. ഇവിടെ എന്താണ്? അപ്പോ നെക്സ്റ്റ് വരെ എന്താണ്? ഹാസ് എ ട്രൂ സീറോ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ റേഷ്യോ സ്കെയിൽ എന്താണ്? സീറോ ഉണ്ട്. പക്ഷെ ഇന്റർവെൽ സ്കെയിൽ എന്തില്ല? ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെ? ടെമ്പറേച്ചറിന് എന്താണ്? അവിടെ സീറോ പോയിന്റ് ഇല്ല. നോ ട്രൂ സീറോ പോയിന്റ്. ഇനിയിപ്പോ നെക്സ്റ്റ്, അതായത് റേഷ്യോ സ്കെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഈ പറയുന്ന സീറോ പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഫൈൻ. അവിടെ സീറോ കൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് അല്ല. പക്ഷെ ഇവിടെ എന്താണ്? നോ ട്രൂ സീറോ പോയിന്റ്. ഇവിടെ സീറോക്ക് എന്തില്ല? കൃത്യമായിട്ടുള്ള റോൾ ഇല്ല. നോ റോൾ ഫോർ സീറോ. ഇവിടെ എന്താണ്? ഡു റോൾ ഫോർ സീറോ. സീറോ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരന്റെ മൊത്തത്തിൽ എക്സിസ്റ്റിംഗ് അല്ല എന്നുള്ളൊരു മീനിങ് അവിടെ വരികയാണ്. ഫൈൻ. പക്ഷെ ഇവിടെ നമുക്ക് എക്സിസ്റ്റിംഗ് അല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, എക്സിസ്റ്റിംഗ് ആണ്, അല്ലെ? അത് നമ്മൾ പറയാം നോട്ട് ട്രൂ സീറോ പോയിന്റ് എന്ന് പറയുന്നത്. ഫൈൻ. മനസ്സിലായല്ലോ? ഇത് അധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് ഈ നോട്ട് ട്രൂ സീറോ പോയിന്റ് എന്നുള്ള ഭാഗം. ഫൈൻ. ഇത്രയേ ഉള്ളൂ മീനിങ്. ഓക്കെ. ഡിഫറൻസ് മീനിങ് ഫുൾ ആണ്. എഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ പോസിബിൾ ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് IQ സ്കോർ ഓർ ടെമ്പറേച്ചർ എന്നുള്ളൊരു കാര്യം. ഇതാണ് എന്ത്? ഇന്റർവൽ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെന്താണ്? നെക്സ്റ്റ് വരാണ് എന്ത്? റേഷ്യോ സ്കെയിൽ. ഓക്കെ. റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഷോ ഓർഡർ ആൻഡ് ഈക്വൽ ഇന്റർവെൽസ്. ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും വരും. അതിന്റെ കൂടെ എന്താണ്? എഡീഷണൽ വരുന്നത് എന്താണ്? ഹാസ് എ ട്രൂ സീറോ പോയിന്റ്. നേരത്തെ സീറോക്ക് വാല്യൂ വരുന്നത്, പക്ഷെ ഇവിടെ എന്താണ്? സീറോക്ക് വാല്യൂ ഉണ്ട്. അതായത് മാർക്ക്, ഏജ്, ഇൻകം, ഹൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെന്താണ്? കൃത്യമായിട്ടുള്ള ട്രൂ സീറോ പോയിന്റ് നിൽക്കുന്ന എൻറ്റിറ്റീസ് ആണ്. ഓക്കെ. റേഷ്യോസ് ആർ മീനിങ് ഫുൾ ആണ്. അതുപോലെ തന്നെ ഓൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്താണ്? ഈ ഒരു ഭാഗത്ത് പോസിബിൾ ആണ്. ബിക്കോസ് സീറോ എന്താണ്? ആസ് എ ട്രൂ സീറോ പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് എന്താണ്? ഈ ഒരു ഭാഗത്ത് പോസിബിൾ ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. ഇതാണ് എന്ത്? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കെയിൽസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നോമിനൽ സ്കെയിൽ ഉണ്ട്, ഓർഡിനൽ സ്കെയിൽ ഉണ്ട്, ഇന്റർവൽ ഉണ്ട്, റേഷ്യോ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ആസ് ഐ ഓൾവേസ് ടെല്ലിംഗ് ദാറ്റ് നമ്മൾ 1-to-1 കമ്മ്യൂണിക്കേഷൻ അല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ആ ഒരു നിങ്ങൾക്ക് സംഭവം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഒരു പിന്നെ വേറെ ഒരു എന്താ പറയാ മെത്തേഡുകളൊന്നും ഇല്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ. യാ. സോ യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. അപ്പോൾ ഇതിന്റെ പിന്നെ നമ്മളെ MCQs ഡെയിലി നടക്കുന്നുണ്ട്. ഇതുവരെ പിന്നെ ആളുകൾ ജോയിൻ ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകൾ ഒരുപാട് വ്യൂവേഴ്സ് വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിൽ. ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ഡെയിലി 5 MCQs വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ആവാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഫൈൻ. സോ യാ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെഷനിൽ കാണാം. ഫൈൻ. ഓക്കെ. താങ്ക്സ് എവരി വൺ.